വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഇന്നത്തെ സൺഡേ ടോപ്പിക് മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു വാക്കായി വരുന്നുണ്ട് അല്ലേ. മാനിഫെസ്റ്റേഷനെ കുറിച്ച് അത്രയ്ക്ക് അറിയാത്തവർക്ക് പോലും ഇപ്പോൾ അവരുടെ മൈൻഡിൽ മാനിഫെസ്റ്റേഷൻ എന്നുള്ള ആ ഒരു വേർഡ് കയറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയും അതിനൊരു റീസണാണ്. മാനിഫെസ്റ്റേഷനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. കാരണം ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കണ്ടന്റ് ആക്കിയതല്ല. മാനിഫെസ്റ്റേഷൻ ഞാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 6 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കൊറോണ ടൈമിൽ ഒരു പണിയില്ലാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയം, ഞാൻ പെയിൻറ്റിങ്ങിലൊക്കെയാണ് കൂടുതലും ഞാൻ എൻഗേജ് ആവാറുള്ളത്. എന്നാലും മാക്സിമം എത്ര തന്നെ പെയിൻറ്റ് ചെയ്യും, എത്ര തന്നെ കുക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു തരം മൈൻഡ് തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ചെയ്താലും നമുക്ക് പിന്നെയും സമയം ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവരെന്നോട് പറഞ്ഞു, മൃദു സീക്രട്ട് ബുക്ക് വാങ്ങിയിട്ട് വൈ ഡോണ്ട് യു ട്രൈ ദ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ബുക്ക് വായിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല ബുക്ക് വായിക്കുക, നീ ഫസ്റ്റ് 7 പേജസ് നീ മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് യു കീപ്പ് ഓൺ റീഡിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, എന്താണെന്ന് അറിയാമല്ലോ, എന്താണെന്ന് മനസ്സിലാക്കുക, ഏതായാലും ഒരു പുതിയ നോളജ് അല്ലേ, എന്താണെന്ന് അറിയാം. മാത്രമല്ല, മുമ്പ് ഞാൻ മാനിഫെസ്റ്റേഷനെ കുറിച്ച് നമ്മുടെ ലാലേട്ടൻ പറയണ കേട്ടിട്ടുണ്ട്, രഞ്ജിനി ഹരിദാസ് പറയുന്ന കേട്ടിട്ടുണ്ട്. കുറേ പേര് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൂടെ അറിയാമോ, ധാരാളം സമയമുണ്ട് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ അണ്ണനഗറിലുള്ള കണക്ഷൻസിൽ പോയിട്ട് ദ സീക്രട്ട് എന്നുള്ളൊരു ബുക്ക് ചോദിച്ചു. അവർ സീക്രട്ട് ബുക്ക് മാത്രമല്ല, അത് പഠിച്ചു കഴിഞ്ഞവർക്ക് നെക്സ്റ്റ് ലെവലിലുള്ള ബുക്സും അവരെന്നെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഞാൻ ദ സീക്രട്ടും വാങ്ങിച്ചു, അതിൻ്റെ നെക്സ്റ്റ് ലെവലും വാങ്ങിച്ചു, ജസ്റ്റ് നോക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ആ ബുക്ക് എൻ്റെ കയ്യിലില്ല, ഇല്ലെങ്കിൽ ഞാൻ കാണിക്കുമായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാനത് ഷെയർ ചെയ്തപ്പോൾ കുറേ പേര് എൻ്റെ ഇത് വാങ്ങിച്ചോണ്ട് പോയി, പക്ഷേ തിരിച്ചു തരില്ല ആരും. നമ്മൾ ഈ കടം കൊടുത്താൽ തിരിച്ചു തരില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാട്ടോ. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, വളരെ ചുരുക്കം പേര്. അപ്പോൾ അങ്ങനെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല തിരിച്ച്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല. വായിച്ച് കഴിഞ്ഞ ബുക്കാണ്. വീട്ടിൽ കൊണ്ടുവന്ന് ഫസ്റ്റ് ഫ്യൂ പേജസ് 7 to 8 പേജസ് വരെ വായിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്നാലും ഞാൻ വെറുതെ സമയം പോകാൻ വേണ്ടി വായിച്ചുകൊണ്ടിരുന്നു. 9th പേജ് തൊട്ട് എനിക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടി. കാരണം ഇറ്റ്സ് ലൈക്ക് പ്രേയേഴ്സ് എന്ന് പറയുകയാണല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് ഏകദേശം. പക്ഷേ പ്രാർത്ഥനയിൽ തമ്മിൽ 2 വ്യത്യാസമുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിലേക്ക് ഇപ്പോൾ ചർച്ചിലായാലും മോസ്കിലായാലും ടെമ്പിളിലായാലും നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മൾ ഭഗവാന്റെ അടുത്ത് മനസ്സിലെ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ദേഷ്യത്തിൽ പ്രാർത്ഥിക്കും, സങ്കടത്തിൽ പ്രാർത്ഥിക്കും. ഭയങ്കര ഇമോഷൻസ് ഒക്കെ നമുക്ക് വരും അല്ലേ. അപ്പം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ്, ഭഗവാനോട് നമുക്ക് അടികൂടിയും പ്രാർത്ഥിക്കാം എന്നാണ് പറയണത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, അങ്ങനെയാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ദൈവം എനിക്കൊന്നും ചെയ്തു തരുന്നില്ല, എനിക്ക് നടത്തി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദേഷ്യപ്പെടാം, സങ്കടം പറയാം, പൂജാ റൂമിൽ പോയിട്ട് കരയാം, എല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ ആ ഒരു ടെക്നിക്കിൽ നിന്ന്, അത് ഇറ്റ്സ് നോട്ട് എ ടെക്നിക്, അതൊരു പ്രാക്ടീസാണ്, ഓരോരുത്തരുടെ രീതിയാണത്. അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം ഫോം ചെയ്യുക. അതായത് നമുക്ക് നമ്മുടെ ഡ്രീം എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഈ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീട് കിട്ടുമോ, കുറേ നാളായിട്ട് വാടക വീട്ടിലിരിക്കുന്നവർക്ക് ഒരു വീട് കിട്ടണം, അങ്ങനെയുള്ളവർക്കൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ കിട്ടുമോ, അല്ലെങ്കിൽ പണം കിട്ടുമോ, റിലേഷൻഷിപ്പ് വിട്ടുപോയ റിലേഷൻഷിപ്പൊക്കെ ബന്ധങ്ങൾ തിരിച്ചു വരുത്താൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് പേർക്ക് ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മാനിഫെസ്റ്റേഷൻ ഈ ഒരു സീക്രട്ട് ബുക്ക് വായിക്കുന്നതിന് കുറച്ച് മുമ്പ് ഞാനിവിടെ സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ സമ്പൂർണ്ണ പറഞ്ഞിട്ട് അവരുടെ അവിടെ ലോ ഓഫ് അട്രാക്ഷൻ്റെയും ഇത് റിലേറ്റഡ് ആയിട്ട് അവിടെ കൂടുതലും അഫർമേഷൻസ് ആണ് വരുന്നത്. അവിടെയാണ് ഞാൻ കൂടുതൽ വർക്ക്ഷോപ്സിന് പോയിക്കൊണ്ടിരുന്നു. അതൊരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്. ആ ഒരു ഡേ നമ്മൾ വർക്ക്ഷോപ്പിന് പോവുക. അവിടെ കുറേ വർക്ക്ഷോപ്സ് ഉണ്ട്, നല്ല നല്ല വർക്ക്ഷോപ്സ് ഉണ്ട്. നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള, സ്ട്രെസ് ബേസ്റ്റ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടും, നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഓൺ സിബ്ലിങ്സ് അല്ലെങ്കിൽ ഓൺ പേരൻസ് ഒക്കെ ആയിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ മനസ്സിൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും. വെറുതെ പുറത്ത് കാണിക്കണമെന്നേ ഉള്ളൂ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രെസ് ഉണ്ടാവും. ആ ഒരു സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയോ അത് മെൽട്ടായിട്ട് എല്ലാം ഒന്ന് ശരിയാകും എന്നുള്ളത് അവിടെ തന്നെ റെഗുലറായിട്ട് വരുന്ന ആൾക്കാർ അവരവരുടെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യുമ്പോൾ അതിൽ പറയുന്നുണ്ട്. കൂടാതെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള കുറേ ആക്ട്രസ്സൊക്കെ ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വർക്കൗട്ട് ആവുന്നത് കൊണ്ടാണ് ആൾക്കാർ പിന്നെയും റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ മാനിഫെസ്റ്റേഷനിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കണം എന്നില്ല. കാരണം അതിൻ്റേതായ രീതികളുണ്ട്. ഏതൊരു കാര്യത്തിനും രീതികളുണ്ട്. ആ രീതി പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ അത് വർക്കൗട്ട് ആവുള്ളൂ. വെറുതെ മാനിഫെസ്റ്റ് ചെയ്താൽ വർക്കൗട്ട് ആകില്ല. അതിൻ്റെ രീതിയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ആദ്യമേ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ഞാനൊരു ഞാൻ ഒരു
വീട് വേണം എന്നുള്ളത് ഞാൻ എൻ്റെ മൈൻഡിൽ വെച്ചു എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഞാൻ ആ വീടിനെ ഡ്രീം ചെയ്ത് കൊണ്ടുവരികയാണ് എത്ര വർഷങ്ങളോളമായിട്ട്. കാരണം എൻ്റെ മൈൻഡിൽ ഞാൻ ശക്തമായിട്ട് ഉറച്ച് വിശ്വസിക്കുന്നു 2027 ഞാൻ വീട് വെച്ചിരിക്കും. അതെൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു തടസ്സങ്ങളും വരില്ല. അതിനുള്ളിൽ എനിക്ക് യൂണിവേഴ്സ് എനിക്ക് പൈസ എങ്ങനെയായാലും എനിക്ക് സംഘടിപ്പിച്ച് തരും. അതിന് ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. അതിന് ഞാൻ ഹാർഡ് വർക്കും ചെയ്തിരിക്കും എന്നുള്ളതാണ്. നമ്മൾ വെറുതെ മാനിഫെസ്റ്റ് ചെയ്താൽ പോരാ, അതിൻ്റെ ഒപ്പം നമ്മൾ അതിന് വേണ്ടിയുള്ള ഹാർഡ് വർക്കും സൈഡിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ തീർച്ചയായും നടന്നിരിക്കും. കുറേ പേര് ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ കാര്യം നടക്കില്ല. അങ്ങനെയും നമ്മൾ കുറേ അവരുടെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ സൈഡിൽ കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ പറയുന്ന ഡേറ്റ് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ കാര്യം നടക്കുന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പം നമ്മുടെ മനസ്സിൽ ഒരു വീട് വെക്കുക, വീട് നമ്മുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു വീടിനെ കുറിച്ചാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താ വിചാരിക്കുന്നതെന്നറിയോ? താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബംഗ്ലാവ് 2027 എനിക്ക് പണിത് തന്നു. ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ ഫാമിലിയായിട്ട് എൻ്റെ മക്കളൊക്കെ ആയിട്ട് ഞാൻ സന്തോഷപൂർവ്വം ജീവിക്കുന്നുണ്ട് എന്നുള്ളത് സംഭവിച്ച് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം നമ്മളതിനെ ഇമാജിൻ ചെയ്യാനും നമ്മൾ വിഷ്വലൈസ് ചെയ്യാനും. ഇതിനൊക്കെ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഇതിൽ റിലേറ്റഡ് ആണ്. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത് രീതിയിൽ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. നമ്മൾ എന്തൊരു കാര്യത്തിലും ഇപ്പോൾ ഒരു വീട് പണി കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ വീട് പണിക്ക് വേണ്ടി പണിയെടുത്ത് സഹായിച്ച വർക്കേഴ്സായാലും സിമെൻറ്റ് പണിക്കാരനായാലും കിണർ പണിക്കാരനായാലും ഓട് ഇട്ട ആരായാലും പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യൻസ് എല്ലാവരും കൂടെ ഒത്തിട്ടാണ് നമുക്കൊരു വീടുണ്ടാവണത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാറ്റിറ്റ്യൂഡ് പറയും ഇവരോടൊക്കെ. അതുപോലെ തന്നെ നമുക്കൊരു വീട് ഉണ്ടായി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് യൂണിവേഴ്സിനോട്. അത് പ്രാക്ടീസ് ചെയ്യുക. ഇടയിൽ ഒരു നിമിഷം പോലും ഇതൊന്നും വർക്കൗട്ട് ആവില്ല, ഇത് നടക്കില്ല എന്ന് ഇടയിൽ ഒരു നിമിഷം പോലും ചിന്തിച്ച് നോക്കിയാൽ അത് വർക്കൗട്ട് ആവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പറ്റിയ പരിപാടിയല്ല ഇത് എന്നുള്ളത്. കുറച്ച് മെഡിറ്റേഷൻ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇടയിൽ പോലും നമ്മൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത് പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിത് വിശ്വസിച്ചിട്ട് വേണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ. കാരണം നടന്നിരിക്കും. എനിക്കിത് വിശ്വാസം ഉണ്ടായി. ബിലീവ് ഇൻ യൂണിവേഴ്സ്, ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സ്. ഈ ഒരു രീതിയിൽ യൂണിവേഴ്സിനോട് നമ്മൾ സ്ട്രോങ് ആയിട്ട് മുറുക്കെ പിടിച്ച് നമ്മൾ ഏതൊരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് നടന്നിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എക്സാമ്പിളായിട്ട് എൻ്റെ 1-2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട് സീരിയസ്ലി. പക്ഷേ അത് കൊറോണ ടൈം ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് ഇടയിൽ വിട്ടുപോകേണ്ട തരത്തിലൊന്നും വരാത്തത് കൊണ്ട് എനിക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എൻ്റെ 1-2 കാര്യങ്ങൾ നടന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഇതൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണ്. അതായത് മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസ് ചെയ്യാം, ബുക്സ് നോട്ടിൽ എഴുതിയും വെക്കാം. ഇതൊക്കെ ഞാൻ എഴുതി വെച്ചതാണ് ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ട്. കാരണം ഇതിൽ ചിലത് ഞാൻ 5th ഡേ 4th ഡേ 1st ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 2020 ഇത് എഴുതിയിരിക്കുന്നത്, 22 ഒക്ടോബർ 2020. അപ്പോൾ ഇത് കുറേ രീതികളുണ്ട്. 3, 5, 7 അതായത് രാവിലെ 3 പ്രാവശ്യം, ഉച്ചയ്ക്ക് 5 പ്രാവശ്യം, രാത്രിയിൽ 7 പ്രാവശ്യം എന്നാണ് നമ്മുടെ ഡ്രീം. എന്താണെന്ന് വെച്ചത് ഒറ്റ സെൻറ്റൻസിൽ, ഒരു സെൻറ്റൻസ് മതി, ആ ഒറ്റ സെൻറ്റൻസിൽ എഴുതുക. 3 പ്രാവശ്യം എഴുതി ബുക്ക് മടക്കി വയ്ക്കുക. ഉച്ചയ്ക്കും 5 പ്രാവശ്യം എഴുതി ബുക്ക് മടക്കി വയ്ക്കുക. രാത്രിയിൽ 7 പ്രാവശ്യം എഴുതിയിട്ട് ബുക്ക് മടക്കി വയ്ക്കുക. അങ്ങനെ ചെയ്ത് വെച്ചതാണ് ഇതെല്ലാം. അപ്പോൾ ഇത് 3, 5, 7 ഞാൻ പറയണമെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല 5, 5, 5 ഉണ്ട്. അങ്ങനെ അത് എത്ര ദിവസത്തേക്ക് എന്നും കൂടെ ഉണ്ട്. അത് ഓരോ ദിവസം എത്രാമത്തെ ദിവസമാണെന്ന് നമ്മൾ എഴുതിയിട്ട് ഇതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതും ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്കാണ് എഴുതണമെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ എഴുതാൻ നോക്കണം. നാളെ നമ്മൾ ട്രെയിനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുവാണെങ്കിലും നമ്മൾ പെട്ടെന്ന് 1 മണിക്ക് ക്ലിക്ക് ചെയ്തിട്ട് വേഗം ഒന്ന് എഴുതാൻ മാക്സിമം ശ്രമിക്കണം. അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. തീർന്നു. നമ്മൾ പിന്നെ തലയിൽ നിന്നും ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്, തലയിൽ നിന്ന് വിടുക. പിന്നെ നമ്മൾ ഞാൻ ഇത്രയൊക്കെ എഴുതിയല്ലോ, ഇതൊന്നും നടക്കുന്നില്ലല്ലോ, യൂണിവേഴ്സ് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. തലയിൽ നിന്ന് വിടുക. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ് എന്ന് തന്നെ പറയാം. മറക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നേരത്തായിരിക്കും ഈ എഴുതിയിരിക്കുന്ന കാര്യം വന്ന് ഭവിക്കുക. അതൊരു ബ്ലെസ്സിങ് ആയി വന്ന് വീഴും. അത് 100% ഞാൻ ചെയ്ത ഒരു കാര്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിനെ ഹാർഡ് വർക്ക് ചെയ്യണം. അത് ഒരു സൈഡ്, അത് വേറെ. പക്ഷേ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണത് അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ പൃഥ്വിരാജൊക്കെ മാനിഫെസ്റ്റേഷൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു. എന്തോ 10 കൊല്ലം മുമ്പത്തെ ഏതൊരു മൂവി 10 വർഷത്തിന് ശേഷം സക്സസ്ഫുൾ ആവണതിനെക്കുറിച്ച് ഞാൻ വായിച്ചു, എനിക്ക് ഓർമ്മ കിട്ടണില്ല.
അതെന്തോ 10 വർഷത്തിന് ശേഷം സക്സസ് ആയി, അത് മാനിഫെസ്റ്റ് ചെയ്ത് സക്സസ് ആക്കി എടുത്തതാണെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ ഞാൻ എവിടെയോ വായിച്ചതായിട്ടൊരു ഓർമ്മ, പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വായിച്ചു പോയതാട്ടോ. അങ്ങനെയുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു FB എൻ്റെ കയ്യിൽ നിന്ന് പോയി. 2.5K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നതാണ്. അത് ഒരു 5-6 വർഷം മുമ്പ്. അത് ഫോൺ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് അതങ്ങനെ പോയി. എന്താ, എൻ്റെ ബാഡ് ലക്കിന് ഞാൻ ആ ഫോണിൽ തന്നെയാണ് പാസ്വേഡ് ഇട്ട് വെച്ചത്. അതുകൊണ്ട് എനിക്ക് ഫേസ്ബുക്കും പോയി, ഇൻസ്റ്റയും പോയി, കോൺടാക്ട്സും പോയി, എല്ലാം പോയി. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നന്നായിട്ട് എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് നല്ല സെയിലുണ്ടായിരുന്ന ഒരു പേജായിരുന്നു. ആ പേജിലൂടെ ഞാൻ നന്നായിട്ട് സെയിൽ നടത്തിക്കൊണ്ടിരുന്നായിരുന്നു. ആ പേജേ പോയി. അപ്പോൾ എനിക്ക് കുറേ കസ്റ്റമേഴ്സ് എനിക്ക് ലോസ്റ്റായി. അപ്പോൾ ഞാൻ അതിൽ കസ്റ്റമേഴ്സ് കൈവിട്ട് പോയതിനേക്കാളും എനിക്ക് സങ്കടം, കുറച്ച് പേരുണ്ടായിരുന്നു അത്രയും ക്ലോസ് ആയിട്ട്. ചില കസ്റ്റമേഴ്സ് നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് മാറും. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അവർ പോയാലും എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. എനിക്ക് ഓർമ്മയില്ല, ഞാനത് എപ്പോഴോ മാനിഫെസ്റ്റ് ചെയ്താണ്. അത് ഞാൻ എഴുതിക്കൊണ്ടേയിരുന്നു, ഇങ്ങനെ അവരെ എനിക്ക് തിരിച്ചു വരണം, എന്നെ അവരെങ്ങനെയും കണ്ടിട്ട്. പക്ഷേ ഇത്രയും നാളും എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജ് കണ്ടിട്ടും ആരും വന്നില്ല. ഞാനാണെന്ന് അറിയാനിട്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം മറ്റേ പേജും ഈ പേജും നെയിം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനാണെന്ന് മനസ്സിലാവാത്ത കൊണ്ടായിരിക്കും, ഇവർക്ക് ചിലപ്പോൾ കാണുന്നുണ്ടാകും, മനസ്സിലാവാത്ത കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു 2 വർഷം ഇപ്പുറമായി. 2 വർഷത്തിന് ശേഷം എനിക്ക് പെട്ടെന്ന് 1-2 മെസ്സേജസ് വന്നു. ഇങ്ങനെ ഓർമ്മയുണ്ടോ, ഞാൻ നിങ്ങളെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളുടെ ആ ഡ്രസ്സിൻ്റെ മോഡൽ കണ്ടപ്പോൾ, നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന FBയിൽ ഡ്രസ്സിൻ്റെ മോഡൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലാണ് എന്ന്. അത് കണ്ടിട്ട് നിങ്ങളാണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾ തന്നെയാണ്, അങ്ങനെയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് FBയിൽ മെസ്സേജ് വന്നു. കാരണം ഞാൻ 2 കൊല്ലം മുമ്പ് മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു അത്. അവരെ എനിക്ക് കിട്ടി. അത് ഭയങ്കര എനിക്ക് സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ മാനിഫെസ്റ്റ് ചെയ്ത 1-2 വേറെയും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഞാൻ കുറച്ച് വലിയ കാര്യങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞൊരു എക്സാമ്പിളാണ് കേട്ടോ. വലിയ കാര്യങ്ങളായിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, ഈ മാനിഫെസ്റ്റേഷൻ്റെ സീക്രട്ട് നമ്മളൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ നമുക്ക് വായിക്കാം. പിന്നെ അതങ്ങനെ അഫർമേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ഡെയിലി നമ്മൾ രാവിലെ മിററിൽ ഒട്ടിച്ച് വെക്കുക, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം ബോൾഡ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ഡിഡ് ഇറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാത്രമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മിററിൽ ഒട്ടിച്ച് വെക്കുക, ഒരു നോട്ട് പോലെ. ദിവസം രാവിലെ എണീക്കുക, അത് വായിക്കുക, കുറേ നേരം വായിക്കുക, ജസ്റ്റ് വിടുക. നമ്മളറിയാണ്ട് തന്നെ നമ്മളിൽ അത് അത്രയും കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം നമ്മളിൽ തന്നെ, നമ്മുടെ ബ്ലഡിലൂടെ അലിഞ്ഞു പോകുന്ന മാതിരി നമ്മളിൽ തന്നെ അത് വന്ന് അത് കുറേ ചേഞ്ചസ് ഉണ്ടാക്കും എന്നാണ് പറയണത്. ഫസ്റ്റ് ഓഫ് ഓൾ, കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിലേ മറ്റുള്ളവർ നമ്മളിൽ കോൺഫിഡൻറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഞാനിപ്പോൾ ഒരു ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തന്നെ എൻ്റെ പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇത് പോരാ, മറ്റുള്ളവരുടെയൊക്കെ നോക്കുമ്പോൾ ഇതെന്തോ ഓരോരുത്തർ എത്ര നന്നായി ചെയ്യണോ, ഇത് പോരാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു കോൺഫിഡൻസ് കുറവ് എനിക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ എന്ത് കോൺഫിഡൻറ്റിലാണ് എനിക്ക് വർക്ക് ഏൽപ്പിക്കുക? ഫസ്റ്റ് കോൺഫിഡൻസ് ഇല്ലാത്തവരോട് പറയാനുള്ളൊരു കാര്യം, ഫസ്റ്റ് കോൺഫിഡൻസ് ഇൻ യുവർ സെൽഫ് എന്നാണ്. നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാക്കിയാലേ മറ്റുള്ളവർ നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഏതൊരു കാര്യം എടുത്താലും സെൽഫ് ലവ്, സെൽഫ് കെയർ, എന്നാലേ സെൽഫ് റെസ്പെക്റ്റ്, എന്നാലേ മറ്റുള്ളവർ നമുക്ക് റെസ്പെക്റ്റ് തരുള്ളൂ, നമ്മളെ കെയർ ചെയ്യുള്ളൂ, നമ്മളെ സ്നേഹിക്കുള്ളൂ. ഇത് മിക്കവർക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഞാനൊന്നും അല്ല, അയ്യോ പോരാ, അങ്ങനെയില്ല ഇങ്ങനെയില്ല, അങ്ങനെ. ഇപ്പോൾ തന്നെ ഒരു മില്യൺ അടിച്ചിട്ടുള്ള ഏതൊരു യൂട്യൂബർ നമ്മൾ പറയണ കേട്ടു, എനിക്കൊരു കഴിവില്ല എന്നിട്ട് ഞാൻ കുറേ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇരുന്ന കാലങ്ങളുണ്ട് എന്ന്. ഇന്ന് അവർ ബെസ്റ്റ് യൂട്യൂബറിൻ്റെ അവാർഡ് വരെ വാങ്ങിച്ചിരിക്കണം. അവരത് സ്വയം ക്രിയേറ്റ് ചെയ്ത് എടുത്തതായിരിക്കാം. ആ ഒരു കോൺഫിഡൻസ് എന്തോ തന്നെ കൊണ്ട് സാധിക്കും ഉള്ളത്. മെയിനായിട്ട് വേണ്ടത് അതാണ്, കോൺഫിഡൻസ് ആണ്. നമുക്ക് ഇത്രേ അറിയുള്ളൂ, അത്രേ അറിയുള്ളൂ, അങ്ങനെയില്ല. ഇത്രയും അറിയണം ഒരു സമൂഹത്തിൽ നിൽക്കാനൊന്നുമില്ല. ഫസ്റ്റ് കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺഫിഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മധു എന്ന് പറഞ്ഞിട്ട്. അവർ മ്യൂസിക് ക്ലാസ്സിന് പോകുമ്പോൾ അവർക്ക് സാപ്പാസ പാടാൻ, അവർ 8 വർഷമായിട്ട് മ്യൂസിക് പഠിക്കണം, പക്ഷേ സാപ്പാസ ഇന്നും പാടില്ല. നമ്മുടെ ഗ്രൂപ്പിൽ പാടുന്നല്ലാതെ അവർക്ക് തനിയെ ഒരു ജസ്റ്റ് ഒരു സ്വരങ്ങൾ പോലും പാടാൻ അവർക്ക് പറ്റുന്നില്ല. പക്ഷെ അതിന് ഒരു നോർത്ത് ഇന്ത്യൻ ലേഡിയാട്ടോ. പക്ഷെ അവർക്ക് അതനുസരിച്ച് വേറെ ഇഷ്ടം പോലെ കഴിവ് ഭാഗം കൊടുത്തിട്ടുണ്ട്. അവർക്ക് കുറേ ക്രോഷി ചെയ്യാൻ, ഇത് അങ്ങനെ കുറേ ഹാൻഡ് വർക്ക്സ് ഒക്കെ ചെയ്യും. പക്ഷെ അവർക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അവർ വരുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ മ്യൂസിക് ടീച്ചറിനോട് ചോദിച്ചു, 8 കൊല്ലമായിട്ട് ഇവർ വരുന്നു, പക്ഷേ ഇങ്ങനെ സാപ്പാസ പാടാൻ അറിയാത്ത എനിക്ക് ഭയങ്കര സർപ്രൈസായി. 8 കൊല്ലം വന്നിട്ട് പോലും സാപ്പാസ സ്വരസ്ഥാനത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ എനിക്ക് സർപ്രൈസ് ആയത് ടീച്ചർ അങ്ങനെ ഇവരെ പിടിച്ചിരുത്തി 8 കൊല്ലെന്നാണ്. ചില ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ പറ്റില്ല മോളെ, മോൾക്ക് പറ്റിയ പണിയല്ല, മോൾ വേറെ എന്തെങ്കിലും നോക്കുമെന്ന് പറഞ്ഞ് വിടും. പക്ഷെ ഇവർ നിർത്തിയില്ല. ഞാൻ ചോദിച്ചില്ല. പക്ഷേ എൻ്റെ വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ ചോദിച്ചു, ഇവരെന്തിനാണ് ടീച്ചറോട് പിടിച്ചിരുത്തിയിരിക്കുന്നത് 8 കൊല്ലമായിട്ട്, എന്താ ചോദിച്ചപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞതെന്നറിയാമോ? അതാണ്, ഞാൻ ഇവരുടെ കോൺഫിഡൻസ് കണ്ടിട്ടും ഇവരൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ മറ്റുള്ള കുട്ടികൾക്കെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ 8 കൊല്ലമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും കൃത്യനിഷ്ഠ എന്നുള്ളത് ആ കറക്റ്റ് ടൈമിൽ അവരവിടെ വന്നിരിക്കും പാടാൻ. അവിടെ ആരെങ്കിലും പാട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മാറിക്കൊണ്ടേയിരിക്കും സ്റ്റുഡൻസ് ടീച്ചറിന്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ആൾ സാപ്പാസ പാടാൻ വേണ്ടി വന്നിരുന്നാൽ ഇവരുടെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇവരത് പാടിക്കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, ഇവർ വന്നിരിക്കുമ്പോൾ വേറൊരാളുടെ പാട്ട് പാടി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവർ നോക്കില്ല. ഇവരിവിടെ സാപ്പാസ അങ്ങോട്ട് തുടങ്ങും. അവരുടെ ടൈമിൽ അവർ തുടങ്ങിയിരിക്കും. അവിടെ വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ അതൊന്നും അവർ മൈൻഡ് ചെയ്യുന്ന ഒരു വിഷയമേ അല്ല. അവർ മൈൻഡ് ചെയ്യില്ല ഒന്നും. അപ്പോൾ ടീച്ചർ കുറേ കുട്ടികളോട് പറയും, ഉഴപ്പ് ചെയ്യുന്നവരോടൊക്കെ പറയാറുണ്ട്, ഇവരെ കണ്ടു പഠിക്കും, ഇവർ കണ്ടോ എന്തുണ്ടെങ്കിലും വന്നിരുന്ന് പാടും, അവർക്കറിയാം അവർക്ക് കഴിവില്ല എന്നുള്ളതൊക്കെ, എന്നാലും അവർ പാടും, ഇവരെ കണ്ടുപഠിക്കുക. അപ്പോൾ നമ്മളൊക്കെ നമുക്ക് മടി പിടിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ മൈൻഡിൽ മധു വന്നിട്ടുണ്ട് പാടാൻ, അപ്പോൾ അയ്യോ മധു അവിടെ ഇരിക്കുന്നുണ്ട്, പാടാൻ വന്നിട്ടുണ്ടാകുമോ, ഞാനിവിടെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, മധു അവിടെ തുടങ്ങിക്കാണും. സത്യം പറഞ്ഞാൽ അതൊരു ഇൻസ്പിറേഷനായിരുന്നു ഞങ്ങൾക്ക്, അവരുടെ ആ ഒരു കോൺഫിഡൻസും ഇൻസ്പിറേഷനും. അങ്ങനെ അവർ സത്യം പറഞ്ഞാൽ ഈ 8 കൊല്ലമൊക്കെ വേറെ വല്ലവരാണ് പഠിച്ചിരുന്നെങ്കിൽ അരങ്ങേറ്റം വരെ എത്തുമായിരുന്നു. പക്ഷേ ഇവർ 8 കൊല്ലം പഠിച്ചു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പഠിച്ചിട്ടില്ല, ബുക്ക് നോക്കി ഒപ്പം പാടും എന്നല്ലാതെ തനിയെ ഒരു സ്വരസ്ഥാനത്ത് നിൽക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. അതാണ് പറയുന്നത് കോൺഫിഡൻസ് എന്നുള്ളത്. അപ്പോൾ അവർ ടീച്ചറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ ആ കോൺഫിഡൻസും അവരുടെ ആ പങ്ക്ച്വാലിറ്റിയും എല്ലാം. എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ ടൈമിന് അവർ അവിടെ ആ സീറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മറ്റുള്ളവർ പോലും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. കാരണം ആ ഗ്രൂപ്പിൽ പാടാൻ തീരെ കഴിവില്ലാത്തൊരു വ്യക്തി ആയിരുന്നെങ്കിലും എല്ലാവർക്കും ആ വ്യക്തിനെ റെസ്പെക്റ്റ് ആയിരുന്നു. എന്തുകൊണ്ട്? അവരുടെ കൃത്യനിഷ്ഠ, അവരുടെ കോൺഫിഡൻസ് തന്നെയാണ് അതിൻ്റെയുള്ള കാരണം. മ്യൂസിക് ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവരായിരിക്കും എല്ലാം ഓടി നടന്ന് എല്ലാം ചെയ്യുന്നത്, എല്ലാവരും തന്നെ. അപ്പോൾ എല്ലാവരും ഇവരാണ് എല്ലാം ഏൽപ്പിക്കുന്നതും. ടീച്ചർ കഴിവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതാണ് കോൺഫിഡൻസ് ആണ് എല്ലാത്തിലും മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനിൽ നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ബിലീഫ്, നമ്മുടെ ആ കൺസിസ്റ്റൻസി, നമ്മുടെ വിഷ്വലൈസേഷൻ, ഇതെല്ലാം അടങ്ങിക്കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥന പോലെയാണ്. പക്ഷേ ഇടയിൽ ഒരു നിമിഷം പോലും നമ്മൾ ഇത് നടക്കില്ല, ഇത് വിട്ടേക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ പോകാണ്ടിരുന്നാൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും. ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു ചെറിയ എനിക്ക് അറിയാവുന്ന നോളജിൽ നിന്നും ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. കൂടുതൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിട്ട് ഞാൻ ഇനിയും വരാം. കുറേ കഥകളുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഞാനത് 6 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്തതായിട്ട് വരാം, ഇല്ലെങ്കിൽ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.